തൊടുപുഴയിൽ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള ചെയർമാൻ തെരഞ്ഞെടുപ്പ് വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. UDF-ന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഭരണം നിലനിർത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം. നിലവിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് നൽകുകയാണ്. നിലവിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ദീപക്കിന് 9 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. ലീഗ് ഒരു നിലപാടെടുത്തിരിക്കുന്നത് LDF-ന് വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. ലീഗിന്റെ 6 കൗൺസിലർമാരാണുള്ളത്. ഇതിൽ 5 പേർ LDF-ന് വോട്ട് ചെയ്യും, ഒരാൾ UDF-നാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മുന്നണി പ്രശ്നം LDF-ലുമുണ്ട്. കാരണം LDF-നെ പിന്തുണച്ചിരുന്ന ഒരു കൗൺസിലർ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് LDF-നുള്ളിലും ചില തർക്കങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. നേരത്തെ LDF പിന്തുണയോടുകൂടിയായിരുന്നു നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജയിച്ച സനീഷ് ജോർജ് ജയിച്ചത്. പിന്നീട് സനീഷിനെ വിജിലൻസ് കേസിൽ കുടുങ്ങി രാജിവെക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇരു മുന്നണികൾക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷേ ഭരണം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് UDF പോകുന്നു. മുന്നണിക്കുള്ളിലെ തർക്കം തന്നെയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. കാരണം UDF-ന് കൃത്യമായ മുൻതൂക്കം ഉണ്ടായിട്ട് പോലും അത് നേടിയെടുക്കാൻ സാധിച്ചില്ല. മുന്നണിക്കുള്ളിലെ ഭിന്നതകളാണ്. ഇന്ന് രാവിലെ വരെ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഒരു സമവായത്തിലേക്ക് എത്തിയില്ല. നിലവിൽ UDF-ന്റെ കോൺഗ്രസിൽ നിന്നുള്ള ദീപക്കാണ് മത്സരിക്കുന്നത്. പക്ഷേ ദീപക്കിന് പിന്തുണയുണ്ടാവില്ല എന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞാൽ. ലീഗ് പ്രവർത്തകർ ചേരിതിരിഞ്ഞെന്ന് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ നിലവിൽ DCC പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ഈ മുന്നണിക്കുള്ളിൽ എന്താണ് ഇത്ര തർക്കം? ഒരു ഭൂരിപക്ഷം ഉണ്ടായിട്ട് മുന്നണിക്കുള്ളിൽ എന്താണ് ഇത്ര തർക്കം? ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഇവിടെ UDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നിർദ്ദേശിച്ച K. ദീപകിനെയാണ്. അപ്പോൾ ലീഗിനും അവർക്ക് ചെയർമാൻഷിപ്പ് വേണമെന്ന് പറഞ്ഞു. അവർക്ക് രണ്ടാമത്തെ ഘട്ടം കൊടുക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ആദ്യം വേണമെന്ന് പറഞ്ഞു. അതുപോലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. കോൺഗ്രസിന് ആദ്യം വേണമെന്ന് പറഞ്ഞു. അവർ തീരുമാനിച്ചില്ല. അത്ര വേറെ വിഷയമില്ല. ദീപകിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു, അവരും പ്രഖ്യാപിച്ചു. ലീഗ് തിരിഞ്ഞു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, ആളുകൾ മാറി നിൽക്കുന്നു. അപ്പോൾ ഈ മുന്നണിക്കുള്ളിൽ വലിയൊരു ഭിന്നത, അതായത് ഭൂരിപക്ഷം ഉണ്ടായിട്ടും അതൊരു ഭിന്നത. മുദ്രാവാക്യം വിളിക്കാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? മുദ്രാവാക്യം വിളിച്ചിട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ലീഗ് കൗൺസിലർമാർ LDF-ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. UDF-ന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിൻ്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളും. DCC പ്രസിഡന്റ് അടക്കം അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ എബിൻ ജോസ് തുടരുകയാണ്. എബിൻ, അവിടെ സംഘർഷത്തിന് ഒരു അയവും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നിലവിൽ തൊടുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ LDF പ്രവർത്തകരും അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരുമാണ് മുദ്രാവാക്യം മുഴക്കിയുള്ളത്. LDF പ്രവർത്തകർ പറയുന്നത് നേരത്തെ ചെയർമാനായ LDF പിന്തുണയോടുകൂടി ചെയർമാനായ ഇപ്പോൾ രാജിവെച്ച സനീഷ് ജോർജ് LDF-നോട് ചതി കാണിച്ചു, അതായത് UDF-ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ലീഗ് പ്രവർത്തകർ പറയുന്നത്
കോൺഗ്രസ് മുന്നണി മര്യാദകൾ ലംഘിച്ചു. ലീഗിന് ചെയർമാൻ സ്ഥാനത്തിന് അവകാശമുണ്ടായിരുന്നു, പക്ഷേ അത് തെറ്റിച്ചു. അതുകൊണ്ട് തന്നെ LDF വോട്ട് ചെയ്തു എന്നുള്ളതാണ് ലീഗ് പ്രവർത്തകർ പറയുന്നത്. ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസിനെതിരെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും UDF-നുള്ളിലാണ് ഈ ഭിന്നത വളരെ ശക്തമായിട്ടുള്ളത്. അവർ പരസ്പരം പോരടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പരസ്പരം ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ നമുക്ക് നഗരസഭയിൽ നിന്ന് കിട്ടുന്നത് ലീഗ് പ്രവർത്തകർ LDF വോട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ LDF വിജയത്തിലേക്ക് എത്തിയതായാണ് ലഭിക്കുന്ന സൂചനകൾ. അതിന്റെ റിപ്പോർട്ട് മുകളിൽ നിന്നാണ് കൃത്യമായി വരേണ്ടതുള്ളത്. നിലവിൽ LDF-ന് മുൻതൂക്കമുണ്ട്. LDF കാരണം ലീഗിന്റെ വോട്ട് LDF-ന് പോയിട്ടുണ്ട്. കോൺഗ്രസ് മുന്നണി മര്യാദ ലംഘിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലീഗ് പ്രവർത്തകർ LDF-ന് വോട്ട് ചെയ്തത്. നേരത്തെ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അത്തരത്തിൽ കൂറുമാറിയാൽ അത് മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതാണ്, വലിയ ചതിയാണ്. ഐക്യമുന്നണി വളരെ ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതാണ്, ലീഗും കോൺഗ്രസുമാണ് അതിന്റെ നേതൃത്വം. പക്ഷേ തൊടുപുഴയിൽ മാത്രം ഇത്തരത്തിലൊരു മോശം പരിപാടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. കാരണം നിലവിൽ LDF-നാണ് വിജയ സാധ്യത. LDF വിജയത്തിലേക്ക് എത്തിയതായിട്ടുള്ള സൂചനകളാണ് മുകളിൽ നിന്ന് വരുന്നത്. കാരണം LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗ് പ്രവർത്തകർ ചേരി തിരിഞ്ഞ പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. രാവിലെ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകളെല്ലാം നടന്നു മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ. പക്ഷേ ഒരു തരത്തിലും സമവായത്തിലേക്ക് എത്തുന്ന ഒരു നിലപാടിലെത്തിയില്ല. അതുകൊണ്ട് തന്നെ UDF-ന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് തൊടുപുഴ നഗരസഭയിലുള്ളത്. തികച്ചും വേറിട്ട ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷമാണിത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ ലീഗും കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം. ഇത് ഏത് തരത്തിലുള്ള പരിഹാരമാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവർ ആവശ്യപ്പെടുന്നത്? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം? നിലവിൽ UDF-നുള്ളിലെ പ്രശ്നങ്ങൾ അത് വലുതാവുക തന്നെ ചെയ്യും. കാരണം പ്രത്യേകിച്ച് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഭരണം നഷ്ടമാകുന്ന സാഹചര്യം, അത് ജില്ലയിലെ UDF-നുള്ളിൽ വലിയ ഭിന്നതയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ടായിരിക്കണം ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നത്. നിലവിൽ ലീഗ് പ്രവർത്തകർ ജയിച്ച LDF ചെയർമാനെ മാലയിട്ട് സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. കാരണം ലീഗ് പ്രവർത്തകർ അത്രയും ഭിന്നിച്ചാണ് നിൽക്കുന്നത്. UDF-മായി ഇനി ഒരു ബന്ധമില്ല എന്നുള്ള തരത്തിൽ തൊടുപുഴയിലെ ലീഗ് പ്രവർത്തകർ നിലപാടെടുക്കുന്നു. കാരണം UDF-ൽ ഭിന്നത, ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. വിവരങ്ങൾ നൽകിയത് എബിൻ ജോസ് ആണ് തൊടുപുഴയിൽ നിന്ന്.